ഗൈസ് നമ്മുടെ എൻഗേജ്മെന്റിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് എന്തായാലും ഞങ്ങൾ ഫിക്സ് ചെയ്യും ഗൈസ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ ഒരുപാട് ഷോപ്പുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിചാരിച്ച സാധനം ഇല്ല. അപ്പൊ ആ പോയ സമയത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ട് എന്ത് വേണം എന്നുള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ മനസ്സിലുള്ളത് എന്താണോ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്കാൻ പോവാണ്. ഡിസൈൻ ചെയ്ത് നമ്മൾ ഇന്ന് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും 5ന്റെ നിന്ന് എന്തായാലും ഓർഡർ കൊടുക്കും. ഇന്റത് എനിക്ക് ഒരു ധാരണ ഉണ്ട്, 2 ആഴ്ച ഗ്യാപ്പേ ഉള്ളൂ, അതിന് മാത്രം സമയമില്ല. മാക്സിമം മാക്സിമം ഇന്റത് നോക്കി എനിക്ക് അറിയാം. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എവിടെ ഉണ്ട്. പക്ഷെ 5ന്റെ ഞങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി. അപ്പൊ ഇന്ന് എന്തായാലും 5ന്റെ ഡ്രസ്സിന് ഓർഡർ കൊടുക്കും. ഇന്റതും പറ്റുകയാണെങ്കിൽ ഓർഡർ കൊടുക്കും. അതിന് മുന്നേ ആയിട്ട് 5ക്ക് നമ്മൾ റിങ്ങിന് ഓർഡർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അവിടുന്ന് വിളിച്ചിട്ടുണ്ട് 5ന്റെ എൻഗേജ്മെന്റ് റിംഗ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമലിനൊക്കെ പേര് എഴുതിയിട്ടുള്ള റിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അത് പോയിട്ട് വാങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ നമ്മുടെ എൻഗേജ്മെന്റ് റിംഗ് എന്ന് കാണാം. എൻഗേജ്മെന്റ് ഇവർ രണ്ടുപേരും ഏത് ഡ്രസ്സ് ഇടുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ബാക്കി സമയം ഉണ്ടെങ്കിൽ ബ്രൈഡ്സ് മെയ്ഡ്സിനും നമുക്ക്, അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ഡ്രസ്സ് എടുക്കാം. ശ്രീക്കും 5ക്കും ഉള്ള ഡ്രസ്സ്. അതെ, പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ചിക്കൻ മോയിന് എടുക്കാൻ പറ്റുള്ളൂ. അമലിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് വേണം. അതുകൊണ്ട് ഞങ്ങളടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ പെട്ടെന്ന് എടുക്ക്, അതിന് ശേഷം ഒരുക്ക് എടുക്കാൻ പറ്റുള്ളൂ, മാച്ച് ആയിട്ട് വേണ്ടേ. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും ലേറ്റ് ആക്കണ്ട, നേരെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻഗേജ്മെന്റിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ 2 എൻഗേജ്മെന്റ്, അതായത് ഇന്ത്യ 5ന്റെ എൻഗേജ്മെന്റ് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പിങ്ങിന്റെ ഓട്ടത്തിലാണ് ഞങ്ങള്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫേസ് ഡാമേജ് ആവാനോ ഡാർക്ക് സ്പോട്ട് വരാനോ ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി എൻഗേജ്മെന്റിലേക്ക് സ്കിൻ ഒന്ന് ഗ്ലോ ആവാനും ഡാർക്ക് സ്പോട്ട് ഒക്കെ റിമൂവ് ആവാനും വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേമറിക് ഫേസിയർ ആണ്. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തിട്ട് പകുതിയായിട്ടോ. ഈ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഡാർക്ക് സ്പോട്ട്. അതിപ്പോ നമുക്ക് എക്സസീവ് സൺ എക്സ്പോഷർ കൊണ്ടാവാം, അല്ലെങ്കിൽ ആഗ്നി വന്നു പോയ മാർക്കാവാം, അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാവാം. എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഇത് ട്രീറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലേ ഉള്ളൂ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയും നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആവുള്ളൂ. ഈ ഒരു സീറം ഉണ്ടാക്കിയിട്ടുള്ളത് 100% ഓർഗാനിക് ആയിട്ടുള്ള സ്വരസ ടർമറിക് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ്. ഇതിൽ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും ആണ് ഉള്ളത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും, പിന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടും ഉണ്ടാവും. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ ഫേസിൽ ആക്കിയതിനു ശേഷം അപ്വേർഡ് സർക്കുലർ മോഷനിൽ ജെന്റൽ ആയിട്ട് അബ്സോർബ് ആവുന്നവരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡെയിലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ സാധാ പോലെ ഇടാവുന്നതാണ്. ഈ ഒരു ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസിയർ യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഫേസിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട്. ഒരുപാട് ഡാർക്ക് സ്പോട്ട് കുറഞ്ഞിട്ടുണ്ട്, പിന്നെ സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആയ പോലെ ഉണ്ട്, കുറച്ച് ഗ്ലോയും വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റ് ഇന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 30% ഓഫ് ഉണ്ടാവും. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇറങ്ങി ഗൈസ്. ആദ്യം തന്നെ നമ്മൾ റിംഗ് എടുക്കാൻ വേണ്ടി പോവാണ്. 5ന്റെ അമലേട്ടന്റെ പേരൊക്കെ അമലിന് പേരെഴുതിയ റിംഗ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അത് ഇന്ന് തന്നെ ഇട്ട് നോക്കും. അതാ അമലേട്ടൻ അന്ന് ഇട്ടാലേ ഇടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൈസ് കറക്റ്റ് ആണോന്ന് അറിയണ്ട. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കും. ഞങ്ങളാരും ഇട്ട് തരാനൊന്നും പാടില്ല. അമലേട്ടൻ ഇട്ടുള്ളത് തുടങ്ങി ഗൈസ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെ, നമ്മൾ ഓർഡർ കൊടുത്ത പോലെയാണോ റിംഗ് എന്നുള്ളത്. ഗൈസ് നമ്മൾ എത്തി. 5ന്റെ റിംഗ് കാണാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഉണ്ടാവായിരിക്കും 5? എനിക്കറിയില്ല, നമ്മളിങ്ങനെ പേര് മാത്രമുള്ളതാ കൊടുത്തത്. അതുപോലെ തന്നെ ഫോണിന്റെ ഒക്കെ വന്നിട്ടുണ്ടോന്ന് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ് റിംഗ് കാണാൻ വേണ്ടിയിട്ട്. എൻഗേജ്മെന്റ് ആണോ ഫംഗ്ഷൻ? ജൂലൈ 14. ഇതാണ് ഗൈസ് അമലേട്ടൻ എനിക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന റിംഗ്. ഞങ്ങളാരും തൊട്ടില്ല കേട്ടോ. ഞങ്ങളാരും തൊട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു പണി കഴിഞ്ഞു ഗൈസ്. റിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ റിംഗ് ഊരുന്നില്ല ഗൈസ്. അതൊന്ന് ഇട്ട് നോക്കിയതാണ് ഗൈസ്. ഞാൻ അവിടെ നോക്കിയപ്പോ എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്നിട്ട് കാറിൽ കയറി അപ്പൊ തന്നെ വീണ്ടും ഇട്ടു. ഭംഗിയുണ്ട്.
അങ്ങുണ്ട് ലുക്കായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ കഴിഞ്ഞ തവണ അഞ്ചിക്ക് മറ്റേ ലെഹങ്കയൊക്കെ വെച്ച് നോക്കിയിട്ടില്ലായിരുന്നു, പീസ് ആയിട്ടുള്ള ക്ലോത്ത്. അപ്പൊ ആ സ്ഥലത്ത് തന്നെ നമ്മളിത് തിരിച്ചെത്തിക്കാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ അഞ്ചിക്കുള്ള ഡിസൈൻ ചെയ്യാൻ കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ പറ്റുകയാണെങ്കിൽ എനിക്കും കൊടുക്കണം എന്നുണ്ട്. ഇതിനെ പറ്റി ഞാൻ യാതൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇവളുടെ ഡിസൈനാണ് കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ളത്. ഇതിന്റെ കുറച്ചും കൂടി ഞങ്ങൾ പക്ഷെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പൊ വേറെ സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചപ്പോഴാണ് ഷാമിലാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ചെയ്യാൻ പോവാണ്. ഇനി അവർക്ക് നമുക്ക് ഡിസൈൻ ഒക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. എന്തൊക്കെയാവുന്നുള്ളത് നമുക്ക് നോക്കാം. ഞങ്ങൾ അഞ്ചിക്ക് ഏകദേശം ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഒരു സ്കേർട്ടാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡും ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പിങ്ക് കളറായിട്ടാണ് ക്യാമറയിൽ തോന്നുന്നത്. പക്ഷെ ഒരു മെറൂൺ, ഇത് ബെറി പിങ്കോ, ഒരു ബെറി പിങ്ക് കളറാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ചിക്കൻകാരി ക്ലോത്തിൽ വന്നിട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു ലഹങ്കയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ടോപ്പ് എല്ലാം ഭയങ്കര ഡീറ്റെയിലായിട്ട് പറയുന്നത്. ടോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടാണ്. അത് ചിക്കൻ കറി തന്നെയാണ്. എന്നിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്യാം. അതപ്പോൾ വിചാരിച്ചത് നടന്നാൽ മതിയായിരുന്നു ഗൈസ്, വിചാരിച്ച പോലെ തന്നെ. നമ്മൾ 2-3 മെറ്റീരിയൽസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കാണിച്ച റെഫറൻസ് പോലെ ആണെങ്കിൽ എത്ര പാനൽ വേണ്ടി വരും? നമ്മൾ നോർമൽ 14 പാനൽ എടുക്കലുണ്ട്. പിന്നെ നമുക്ക് നല്ല ഫ്ലെയർ. ഇപ്പൊ നമ്മൾ ഏകദേശം കണ്ട് വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ വെച്ച് നോക്കിയത് അല്ലേ? വെച്ച് നോക്കി അതേ ക്ലോത്ത് തന്നെ കേട്ടോ. അതാ ഇങ്ങനെ പാനലായിട്ട് വരുന്ന നല്ല ഭംഗിയുണ്ടല്ലേ ഇത്? കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. നമുക്ക് അഞ്ചിക്ക് ആ പാനൽ എന്തായാലും ഒന്ന് വെച്ച് നോക്കാം കേട്ടോ, അത് ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ. എന്നിട്ട് ആ പാനൽ നമ്മൾ എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള കളറിലേക്ക് നമ്മൾ ഡൈ ചെയ്യുകയാണ് ചെയ്യുക. അഞ്ചിക്ക് രസമുണ്ടല്ലേ അത്? നല്ല കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആയിട്ട്. അതിന്റെ ലാസ്റ്റിലേക്ക് ബോർഡറും വരുന്നുണ്ട് അല്ലേ? ഞാൻ ചെയ്തതിന് ഫോട്ടോ കാണിച്ചു. ഫംഗ്ഷൻ എന്താണ്? എൻഗേജ്മെന്റ് അല്ല, അടുത്ത ഈയാണ്. കഴിഞ്ഞിട്ടില്ല, പ്രോഗ്രാമായിട്ട് കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് പിന്നെ ഇത് പാനലായിട്ട് നമ്മൾ ഒരുമിച്ച് അഞ്ചും കൂടി തിരിഞ്ഞ് കണ്ടോ ഇപ്പം എങ്ങനെയാണുള്ളത്. ഇതിപ്പോ നമ്മള് ഈ ഒരു കളറല്ല വിചാരിക്കുന്നത്, ഒരു ബെറി പിങ്ക് ഷെയ്ഡാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് ചെയ്തു വരുമ്പോ നല്ല ഭംഗിയാവും. കണ്ടോ ഗൈസ്, ഇത് ഇങ്ങനെയാണ് വെച്ചത്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കൂല. നമുക്ക് ഇഷ്ടമായില്ലേ? ഇതിപ്പോ ഇങ്ങനത്തെ ചിക്കൻ കറി മെറ്റീരിയൽ അവരേതൊക്കെയാണ് ഡിസൈൻസ് എന്ന് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയയാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ലെഹങ്കയ്ക്ക് അല്ല, സ്കേർട്ടിന് ഈ ഒരു മെറ്റീരിയൽ ഇതേപോലെ തന്നെ വർക്ക് വരുന്നതായിരിക്കും നമ്മൾ ടോപ്പിന് സെറ്റ്. എന്നിട്ട് ഇതിനെക്കാട് കുറച്ചുകൂടെ അതിൽ ഹൈലൈറ്റ് ചെയ്യുക ചെയ്യും. ഇതിപ്പോൾ സ്കേർട്ടും ബ്ലൗസും ഒരേ മെറ്റീരിയൽ. ഇതൊക്കെ എത്ര റേറ്റ് ആണ്? ഇത് 25. ഈ ഒരു രീതിയിൽ മതിയില്ലേ? ഇതിപ്പോൾ നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് വരുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ ബോർഡർ താഴെ കൊടുക്കുന്നില്ല. അതിന് പകരം നമുക്ക് സ്ലീവിനും നെക്കിനും വർക്ക് കൊടുക്കാം. വേണം സ്ലീവ് പ്ലെയിൻ മെറ്റീരിയൽ വേണം, വർക്ക് മെറ്റീരിയൽ വേണം. അല്ലെങ്കിൽ നമുക്ക് ഷോളിലേക്ക് കൊടുക്കുന്ന പോലത്തെ ലേസ് കൊടുത്താലും മതി, ഹാൻഡ് വർക്ക് ലേസസ് കൊടുത്താലും മതി. പക്ഷേ സ്ലീവ് ഫുൾ എനിക്ക് ഇങ്ങനെ വർക്ക് വേണം, വർക്ക് വേണം. ചെറുതായിട്ട് മതി. അങ്ങനെയാണെങ്കിൽ ഹാൻഡ് വർക്ക് തന്നെ ചെയ്യാം. ഇവർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഇവർക്ക് കളർ ചേരൂലേ? എത്രയോ ദിവസത്തിന് ശേഷമാണ് നമ്മളത് ഫിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇവിടെ സംഭവം ഞാൻ ആ കളർ കണ്ടതിന് ശേഷം ഞാൻ വേറൊരു കളറിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ചെയ്തു, നല്ല ചെയ്തു, ഒരു ഡൗട്ടും ഇല്ല. നല്ല കണ്ടുപിടിച്ചത് ചേർന്നില്ലെങ്കിൽ ആ സെയിം സാധനം എനിക്ക് എൻഗേജ്മെന്റ് ഇട്ടത്. അതെന്താണത്? കളർ ഇതാ ഇങ്ങനത്തെ ഒരു കളറല്ലേ, മെറൂണും അല്ല പിങ്കും അല്ല, രണ്ടിന്റെ ഒരു നടുവിൽ ബെറി പിങ്ക്, വൈൻ പിങ്ക് അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഷെയ്ഡ്. അങ്ങനത്തെ ഒരു മെറൂണും അല്ല പിങ്കും അല്ലാത്ത അതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അത്
അതന്നെ വേണം അവർക്ക്. അതാണ് എന്റെ ആഗ്രഹം. ഇല്ല അതെന്തായാലും എനിക്ക് ചേരും. പിന്നെ പലതും ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഡൗട്ട് കേസ് വേറെ വേണോ, വേറെ കളർ വേണോന്നല്ലേ. ഭയങ്കര കോമഡിയാ കേസ്. അഞ്ചിൻ്റെത് ഏകദേശം ഷാമി നിന്നിട്ട് പറഞ്ഞു കൊടുത്ത്, പക്ഷെ ഇവളത് എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കണം നമുക്ക് അറിഞ്ഞൂടാ. അത് അഞ്ച് സഹായിക്കാന്ന് പറഞ്ഞു. അത് അഞ്ചിൻ്റെത് കഴിഞ്ഞിട്ട് ഓള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇവളത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അത് ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. അത് ഇതുവരെ കാണിച്ചു കൊടുത്തില്ല. മറന്നുപോയി കാണിച്ചു. ഇതാണ് ഗൈസ് ഞാൻ വിചാരിക്കുന്ന ഒരു ഡിസൈൻ. കാണില്ലേ? ഇതാ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വിചാരിക്കുന്നത്. ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ആന്റിക് ഷെയ്ഡിലാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ കിട്ടിയ നല്ല രസം ഉണ്ടാവും. ഏകദേശം അതിനോട് മാച്ച് ആയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും എടുത്താൽ നല്ല രസം. അടിപൊളി. ഇന്റേത് കുറച്ചും കൂടെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ്. ഹാൻഡ് വർക്ക് കൂടുതലാണ്. ഹാൻഡ് വർക്ക് കൂടുതലാണ്. നമുക്ക് മാക്സിമം കുറച്ച് ചെയ്യിപ്പിക്കാം. നല്ല ബഡ്ജറ്റാണ് ഗൈസ് ഹാൻഡ് വർക്കിന്. അങ്ങനെ അഞ്ചിൽ ഏകദേശം തീരുമാനമാക്കിയിട്ട് ഷാമീൻ്റെ ഡ്രസ്സ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കുകയാണ് കേട്ടോ. ഷാമിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. എന്നതാ ബുദ്ധിമുട്ടുള്ളത്? സാല നല്ല ഭംഗിയുള്ള ഡിസൈനാണ്, അതിനോണ്ടാണ് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ടോപ്പിലേക്കും ഈ ഒരു പോർഷനിലേക്ക് ഓർഡർ ചെയ്യുന്നത് അത് സ്ലീവിലേക്കും കൊടുക്കാം. ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ്. അല്ല ഇത്ര വർക്ക് വേണ്ട. അതായത് നെറ്റിൽ ലേസ് വന്നിട്ട് നെക്കിൻ്റെ അവിടെ വർക്ക് വരും, ഷോളിനും വർക്ക് വരും, സ്ലീവിനും വർക്ക് വരും. ഈ കാണുന്ന ഈ വർക്ക് അങ്ങനെയൊന്നും വേണ്ട. ഇത് ശരിക്കും മെറ്റീരിയലിന് മുകളിൽ അവർ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ബോർഡർ ആയിട്ട് കൊടുക്കുന്നതാണ്. ഈ കളറിനാണോ വിചാരിക്കുന്നത്? അല്ല, ഞാൻ വിചാരിക്കുന്നത് ആ ഒരു ലേസിന്റെ കളറില്ലേ കളർ. പക്ഷെ നിങ്ങൾ നെറ്റിലേക്ക് വരുമ്പോൾ ഇത്ര ഡാർക്ക് ആയിരിക്കും കേട്ടോ. കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് ഓക്കെയാണ്. ബ്രൗൺ ഷെയ്ഡ് ഓക്കെയാണ്. എനിക്ക് ഇങ്ങനത്തെ ലേസ് വെച്ചിട്ട് ചെയ്താലും മതി അല്ലേ? ഇത്രയും എടുത്ത് മതി. താഴെ കൊടുക്കുന്ന ലേസും ഇത് കൊടുക്കുന്നതല്ല, നെക്കിന് നോക്കിയാ നെക്ക് സ്ലീവ് ചെയ്തു വരുമ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടാവും. അത് നോക്ക്, കളർ അത് സാധനം നോക്കി പോയിട്ട് അഞ്ചിന്റെ തീരുമാനമായി. അങ്ങനെ അഞ്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്ത ഇതാണ് കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെ പാനൽസ് പോലെ ഇങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സ്കേർട്ടിനേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ടോപ്പ് പോർഷൻ മാത്രം നോക്കിയാൽ മതി. പിന്നെ സ്റ്റിച്ചിങ് കാര്യം അവർ ഇനി അളവെടുക്കാനൊക്കെ വരും കേട്ടോ. ഷാമിൻ്റെതാണ്. ഷാമിക്ക് ഈ ഒരു ഷെയ്ഡാണ് വേണ്ടത്. ഇതുപോലെ ലേസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ അത് കുറച്ചൊരു പ്രശ്നമാണ്. കാര്യം അങ്ങനെ ഷെയ്ഡ് ഇത് ചെയ്ത് വരുമ്പോൾ അങ്ങനെ തന്നെ ആവുമെന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാണിച്ചു കൊടുത്ത റെഫറൻസ് ഫുൾ ഹാൻഡ് വർക്ക് ഉള്ളതാണ്. അപ്പം അതിൽ നിന്ന് കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതടുത്തതായിട്ട് നമ്മൾ അഞ്ചിക്കുള്ള ഡ്രസ്സിന്റെ ഷെയ്ഡ് നോക്കാൻ വേണ്ടി പോവാട്ടോ. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് ഇവരെ പാലറ്റിൽ ഒന്ന് കണ്ടുപിടിക്കും. അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഒരു കളർ ഷെയ്ഡ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആ ഡ്രസ്സില്ലേ, ആ ഡ്രസ്സിൽ ചെയ്യുന്നത് ഇത് പിങ്കും അല്ല മെറൂണും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത്. ഇത് റെഡ് ടൈപ്പ്, ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇതുമല്ല, ഒരു ബെറി പിങ്ക്. ഇതിൽ ഏതാന്ന് മനസ്സിലാവുന്നില്ല. അവിടെ നിന്ന് മനസ്സിലാവും. അതിൻ്റെ നമ്മൾ ഡേ ലൈറ്റിൽ എങ്ങനെ ഉണ്ടാവും ഷെയ്ഡ് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ ഒരു ചില്ലിൻ്റെ അടുത്തേക്ക് വന്നതാണ് നമ്മൾ. ചെറിയ പീസൊക്കെ സാമ്പിൾ കാണിച്ചു തരാം. ഒരു 3 days കൊണ്ടാണ് സാമ്പിൾ കാണിച്ചത്. അപ്പം നമുക്ക് 3 days കൊണ്ട് അതിൻ്റെ കളറ് ഏകദേശം ചെറിയൊരു പീസ് ഡൈ. അതായത് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവർ ആ ക്ലോത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോർഷൻ എടുത്തിട്ട് അവർ ഡൈ ചെയ്തിട്ട് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിലാണ് അത് കിട്ടി. ഇനി നമുക്ക് ഷാമിൻ്റെതാണ്. എന്റെ ഡ്രസ്സ് മതിയെന്ന്. അതെന്തിനാ? ഓള് ഉദ്ദേശിച്ച് നോക്കി ഇനി ആലോചിച്ച് വെച്ച് ചെയ്യാൻ ആ ബഡ്ജറ്റിൽ അങ്ങോട്ട് പിടിക്കാൻ പറ്റില്ല. അതെ, ഇന്നത്തെ നല്ല ബഡ്ജറ്റ് കൂടി പോയി. ഇവളതാണെങ്കിൽ വിചാരിച്ചതിനോട് കുറഞ്ഞു. ഞങ്ങൾ കുറച്ചധികം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിന്റെ അത്ര വന്നില്ല. അതിന്റെ സന്തോഷം. ഇവിടെ ഡ്രസ് ഞാനിടാം. ശരിയില്ല, ഞാനത് ഉള്ളിൽ ഉറപ്പിച്ചു പോയി ഇതാണ് എന്റെ ഡ്രസ്സ്. എത്ര കാലായെന്നറിയാം. അതും എടുത്തു വെച്ചിരിക്കുന്ന എത്ര കാലമായി. എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഇപ്പൊ ഇന്റത് ഓളതൊക്കെ ഫിക്സ് ചെയ്തതിനു ശേഷം 5 ഇതിൻ്റെതാ, ശ്രീൻ്റെത് ഇതിൻ്റെതാന്ന് പറഞ്ഞിട്ട് ഓൾ എടുത്ത് കാണിച്ചു തരാം. അതിന് കളർ മാത്രമേ ഒക്കെ ഡൗട്ടുള്ളൂ. അതന്നെ ഓക്കെ ഈ കളറാണ് വേണം എന്നുള്ളത്. പക്ഷെ ഞങ്ങളൊന്നും ഇങ്ങനെ പിടിച്ചു വെച്ചതുകൊണ്ട് ഓള് ഇങ്ങനെ ചാഞ്ചാടി പിടിച്ചു വെച്ചോണ്ട് ഓള് ഇങ്ങനെ ചാഞ്ചാടി കളിക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇവരെന്നെ പറഞ്ഞിട്ട് ലൈറ്റ് കളേഴ്സ് വേണ്ടാന്ന്. ഞാൻ ഇപ്രാവശ്യം ലൈറ്റ് കളർ വേണോ, ഒരു ആഷ് കളറൊക്കെ ആക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ വരുന്ന ലൈറ്റ് കളർ വേണ്ട, എനിക്ക് കുറച്ച് ഡാർക്ക് കളർ മതി. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് ഏകദേശം ഒന്ന് സോർട്ടായി വന്നപ്പോഴാണ് വലിയൊരു പണി കിട്ടി.
കുഴപ്പമില്ല ഗൈസ്, എന്തായാലും ആഗ്രഹിച്ച പോലെ ആ ഡ്രസ്സ് കിട്ടണം നമുക്ക്, അത്രേ ഉള്ളൂ. പാവം ഗൈസ്, കുറേ നേരമായി രാവിലെ മുതൽ ഞങ്ങളെ പിന്നാലെ നടക്കാണ്. എവിടെ പോയില്ല അവിടെ പോയി ഇരിക്കുക, റീൽസ് കാണുക, ഗെയിം കളിക്കുക, ഇത് എൻ്റെ പരിപാടി. നമ്മൾ അഞ്ചിക്കുള്ള കളറ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആ ഒരു സാമ്പിൾസ് നമ്മൾ കുറെ നോക്കി, പക്ഷേ എക്സാക്ട് നമുക്ക് വേണ്ടത് അതിൽ കാണുന്നില്ല. ഇനി ഇവിടെ നോക്കിയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. കളറാണ്, പിങ്കും അല്ല മെറൂണും അല്ല, രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കളർ. അപ്പൊ ഇവിടെയുള്ള സാരിയോ സൽവാറോ എന്തിലെങ്കിലും നമുക്ക് ഉദ്ദേശിക്കുന്ന കളർ ഉണ്ടെങ്കിൽ ആ കളറ് നമുക്ക് അവർ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ. നമുക്ക് ആ കളറിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായി ആ കളർ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. സെയിം കളറിൽ അവർ നമുക്കപ്പോൾ ചെയ്തു തരും. ഏകദേശം ആ ഒരു സാധനമാണ്. പുറത്തേക്ക് നോക്കാം. കളറ് നമുക്കൊന്ന് ഡേ ലൈറ്റിൽ വെച്ച് നോക്കണമായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പം രാത്രിയായി, ഞങ്ങൾ ഇറങ്ങി നടന്ന് ഇപ്പം രാത്രിയായിട്ടുണ്ട്. അതിനോണ്ട് ഡേ ലൈറ്റിൽ നമുക്കിനി നോക്കാൻ പറ്റില്ല. നമുക്ക് നോർമൽ ലൈറ്റിൽ ആ ഒരു കളറ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ആ കളറിലുള്ള വേറൊന്ന് കിട്ടി. ഇതെന്താ സാരിയാ? അത് വെച്ച് നോക്കാം, അപ്പൊ മനസ്സിലാവും അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതൊരു മജന്ത ഷെയ്ഡാണ്, പക്ഷെ കാണാൻ നല്ല രസം. ബെറി പിങ്ക്, നമ്മള് ബെറി പിങ്ക് ആക്കുന്നു. ഇനി അതൊന്ന് 5ക്ക് വെച്ച് നോക്കാട്ടോ, എന്നിട്ട് അവക്കത് രസം ഉണ്ടോ നോക്കാം. നോക്കട്ടെ. എടാ ക്യാമറയിൽ കാണുമ്പോൾ മജന്ത പോലെ ഉണ്ട്, പക്ഷെ രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് ഭയങ്കര വർക്കുള്ളതുകൊണ്ടല്ലേ അല്ലേ? വേറൊരു സാരി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ കളറാണോ അവൾ ഉദ്ദേശിച്ചത്? ഇത് കണ്ടില്ലേ, ഇവിടെ ഇട്ട് ഈ കളറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതാണോ നമുക്ക് നോക്കി നോക്കാം. ചേരുന്നുണ്ട്. ഇതൊരു സാമ്പിളിൽ നമുക്ക് നോക്കി നോക്കാം, എന്നിട്ട് ഇതാണോ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. നമ്മൾ നേരത്തെ ആ പാലറ്റ് വെച്ച് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ 2 കളർ നമ്മൾ ഡൈ ചെയ്യാൻ കൊടുക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ കണ്ട ആ 2ാമത്തെ സാരിയില്ലേ, ആ കളറും നമ്മൾ ഡൈ ചെയ്യാൻ കൊടുക്കുകയാണ്. ഇത് 3ഉം അവർ സാമ്പിളിൽ ഡൈ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. അതിൽ നിന്ന് നമുക്ക് ഏകദേശം 5 പറഞ്ഞിട്ടുള്ള ഒരു കളർ ഏതാണോ അതാണ്. അപ്പം 5ൻ്റെ ലെഹങ്കയ്ക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ നമ്മൾ ഡൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത് നമുക്ക് ഷാമിനെ നോക്കാം. ലെഹങ്കേൻ്റെ സെക്ഷൻ നല്ല ഭംഗിയുള്ള ലെഹങ്കകളിലെ വെറൈറ്റി ഷെയ്ഡ്, നല്ല രസമല്ലേ? നല്ല ഭംഗിയുള്ള ഡ്രസ്സസും ലെഹങ്കാസും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇനി നമ്മൾ ഷാമിൻ്റെ ഡ്രസ്സ് നോക്കുകയാണ് ഗൈസ്. അവളിവിടെ ഒരു ലേസ്, ഒരു നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിലുള്ള ഒരു പോർഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഈ ഒരു നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ലെയർ കൂടി ആഡ് ചെയ്യാം, അപ്പോൾ നല്ല രീതിയിൽ കിട്ടും. ഇത് സ്കേർട്ടിന് വെച്ചിട്ട് വലിയ ബോർഡർ ഇവിടെ കൊടുക്കുക. ആ സെയിം ബോർഡറോ അല്ലെങ്കിൽ ഡിസൈൻ അതേപോലത്തെ ഡിസൈൻ മാറിയത് നമുക്ക് ഈ ഒരു നെറ്റിന്റെ എൻഡിലും കൊടുക്കാം. ഇതാണ് ഗൈസ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ഒരു പോർഷൻ, ഈ നടുവിലുള്ള ഈ ഒരു പോർഷനാണ് നമ്മളിത് ഈ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു പോർഷന് വേണ്ടിയിട്ടുള്ള വർക്കിനാണ് ഈ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും വരുന്നത് നമ്മൾ നോർമൽ ഈ ഒരു സാറ്റിൻ കൊടുത്തിട്ട്, ഇതൊക്കെ ഡൈ ചെയ്യാൻ പറ്റും. അപ്പം നോർമൽ ഈ ഒരു സാറ്റിൻ കൊടുത്തിട്ട് ഈ ലാസ്റ്റ് പോർഷനിലേക്ക് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ലേസിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇവിടെ 2 സൈഡായിട്ട് ഇനിയിപ്പം നെക്കിൻ്റെതാണ്. ഫ്ലവർ പിന്നെ കൈയാണെങ്കിൽ കുറച്ചുകൂടെ ഹെവി. പിന്നെ ഈ ഒരു യോക്കിന്റെ ഭാഗത്തുണ്ടല്ലോ, ഇവിടെ സെന്ററിൽ ആ ഫുൾ മെറ്റീരിയൽ ഇതിൽ കൊടുക്കണം. ആ ജാക്കറ്റ് ഫുൾ ഇതിൽ കൊടുക്കണം. എന്നാൽ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്പ്രെഡിങ് ഉണ്ടാവും. ഫുള്ള് ആ ജാക്കറ്റ് കൊടുത്താൽ നമുക്ക് ഈ മെറ്റീരിയൽ ഉണ്ട്. കൈക്ക് ഈ വർക്ക് ഉണ്ട്. എന്നിട്ട് ഇതിന് കുറച്ചും കൂടി ഹെവി ആക്കണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പ് വരുന്നില്ല, ആ ഗ്യാപ്പിനുള്ളിൽ ആഡ് ചെയ്ത് അവിടെ കുറച്ച് വീതിയിലുണ്ട്, അറ്റത്ത് കുറച്ച് വീതിയിലല്ല ഇതിൽ കാണുന്നത്. അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി, അത് നല്ല രസമുണ്ട്. ഇതുണ്ട് ഗൈസ്, നമ്മൾ കൈയിൻ്റെ ഡിസൈന് നോക്കുകയായിരുന്നു. ഇതിൽ കണ്ടില്ലേ, ഈ കൈയിൻ്റെ എൻഡിലേക്ക് കുറച്ച് വീതിയിൽ വരുന്നുണ്ട് ഈ ഡിസൈന്. അപ്പോൾ അത് നമുക്ക് നല്ല ഹെവി ആയിട്ട് കൊടുക്കാം. ബാക്കി കൈ ത്രൂ ഔട്ട് ഇത് ഈ സെയിം മെറ്റീരിയൽ തന്നെ കൊടുത്തിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യാന്നാണ് കേട്ടോ അവർ പറയണത്. നല്ല ഭംഗിയുണ്ടാവും. ഈ യോക്കിൻ്റെ ഇങ്ങോട്ടേക്ക് എൻ്റെ ആണെങ്കിൽ ഇങ്ങോട്ടേക്കും എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുക്കാം. എന്നിട്ട് അത് അടുത്ത ലെയർ ഇങ്ങനെ. ഓക്കെ, ഇവിടെ ഒരു ലെയർ ലേസ്. സ്ലീവ് മാത്രം ഇതേപോലത്തെ ഒരു സ്ലീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും കൂടി കുറച്ച് കൊടുക്കാം, കാരണം അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല.
സ്ലീവിന് മാത്രമേ. ഞാൻ ഉദ്ദേശിക്കുന്നത് നെക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പീസ് ആയിട്ട് വരും. നമ്മള് ആ ഫോട്ടോയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നെക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടി ഇങ്ങനെ വരും, എന്നാലും ആ ഉള്ളത്തെ പീസ് കാണുള്ളൂ. ഇത് കുറച്ച് കേറിയിട്ടാണ്. ഇനിയിപ്പോ ഇയാൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതിൽ സ്കേർട്ടാണല്ലേ, അല്ല സ്കേർട്ട് ആകുമ്പോൾ ഇത്ര പോർഷൻ ചിലപ്പോൾ കാണും. അപ്പോൾ ഷോളിന് നമ്മൾ വേറെ മെറ്റീരിയൽ എടുക്കണം ഗൈസ്, കാരണം ആ നെറ്റ് അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. ഷോളിന് നമുക്ക് വേറെ മെറ്റീരിയൽ നോക്കാം. ഇതാണ് കുറച്ചും കൂടെ ബോഡിയിലേക്ക് വരുമ്പോൾ ഭംഗി ഉണ്ടാവുക ഈ വർക്ക്. ഇതാണ് ഞാൻ എൻ്റെ ബോഡിക്കായിട്ട് എടുക്കുന്നത്. അതായത് ഫ്രണ്ടിൽ വരുന്ന ഗൗണില്ലേ, മുകളിൽ വരുന്ന ഗൗണിന് അതിന് ഈ ഒരു ഡിസൈനാണ്. ആദ്യം ഇതാട്ടോ വിചാരിച്ചത്, ഈ കുഞ്ഞി പൂക്കളുള്ളത്. പക്ഷെ ഇത് കണ്ടപ്പോൾ കുറച്ചും കൂടി ഇതാണ് മാച്ച് ചെയ്യാൻ തോന്നി, നമ്മൾ വിചാരിച്ച ആ മോഡലിന്. അപ്പോൾ ഇത് നമ്മൾ ഷോളിലേക്കും ഇത് ബോഡി പാർട്ടിലേക്കുള്ള രീതിയിലാട്ടോ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ചും കൂടെ സ്ലീവിലൊക്കെ കുറച്ചുകൂടെ വർക്ക് കൊടുക്കാണ്ട്, പിന്നെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ലേസ് കൊടുക്കാണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുടെ അതൊക്കെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് ഈ കളറല്ല, ഒരു ഗോൾഡ് ഞാൻ നേരത്തെ കാണിച്ച ലേസില്ലേ നേരത്തെ കാണിച്ച ഒരു ലേസിന്റെ കളർ, ഒരു ആന്റിക് ഗോൾഡിന്റെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര ടയർഡായി. ഒരാളത് കഴിഞ്ഞപ്പോൾ തന്നെ കാറ്റ് പോയി. ഒരാൾ ഇവിടെ ഹീൽസ് ഒക്കെ ഇട്ട് ഇറങ്ങിയത് 5 വേണ്ടായിരുന്നു, ആവശ്യമില്ലായിരുന്നു. ടയർഡായി എന്ന് പറഞ്ഞതാ, പ്രത്യേകിച്ച് സത്യം സഞ്ജുവിൻ്റെത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുവിധം സമയമായി. എന്റെ പെട്ടെന്ന് എന്റെ നോക്കുന്നതിന്റെ ഇടയിൽ എന്നെ ഇവളത് ഒരു ധാരണയാക്കിയാണ്. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞ് ഇനിയിപ്പോ മെഷർമെന്റ് എടുക്കാൻ പോവാം. ഹാപ്പിയാ? അത് കറക്റ്റ് ആ കളറിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി. ഡ്രസ്സ് കിട്ടുന്നവരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, എങ്ങനെയായിരിക്കും കളർ, എങ്ങനെയായിരിക്കും ഡിസൈൻ, എങ്ങനെ വിചാരിച്ച പോലെ. ഫംഗ്ഷന്റെ 2 ആഴ്ച മുന്നേ തരാന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മളിതാ ഗൈസ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. 2 പേർക്കുള്ള ഡ്രസ്സ് ഇന്ന് തന്നെ ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയൊരു ഞങ്ങൾ ആ വിചാരിച്ച പോലെ തന്നെ വരാനുള്ള ആ ഒരു പരിപാടിയേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വന്നിട്ട് ആ എന്താ പറയാ ഡൈ ചെയ്തതൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണം, അത്രേ ഉള്ളൂ. ബാക്കി ഇവര് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യ 5-ൻ്റെത് ഡൈ ചെയ്തിട്ട് കളേഴ്സ് പറഞ്ഞുതരാല്ല കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം, കളർ നമുക്ക് വന്നിട്ട് നോക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ എൻഗേജ്മെന്റ് പ്രിപ്പറേഷന്റെ കുറച്ചല്ല മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞത്. മെയിൻ ആയിട്ടുള്ള നമ്മളെ പരിപാടി ആയിരുന്നു ഡ്രസ്സ് ഒപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഡ്രസ്സ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കുള്ള ഡ്രസ്സ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവർക്കുള്ള അതായത് ഇന്റെ ഫംഗ്ഷൻ ഇടാനുള്ള ഇവർക്കുള്ളത് ഏകദേശം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് നാളെ മറ്റന്നാളായിട്ട് പോയിട്ട് ഓർഡർ കൊടുക്കുകയും ചെയ്യാം. ഇനി ഗൈസ് നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഡൈ ചെയ്ത മെറ്റീരിയൽ കാണാനാണുള്ളത്. അപ്പൊ മനസ്സിലാവും നമ്മൾ കൊടുത്ത ആ ഒരു കളർ കറക്റ്റ് ആണോ എന്നുള്ളത്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്, നല്ല ടയേർഡായി ഗൈസ്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞപ്പോ ഒരു സമാധാനം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ജൂലൈ 1 ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ 2 പേരുടെ അല്ലേ 2 പേരുടെ ഡ്രസ്സ് സെറ്റ് ആക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.